നമസ്കാരം. നമസ്കാരം. യു.ഡി.എഫിലെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കാലത്തും ഓരോ പാർട്ടിയിലും തിരുത്തൽ പ്രക്രിയ ഉണ്ടാവും. പക്ഷേ അതിന് ഒരു പ്രത്യേക നേതാവ് ഇപ്പോൾ എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് വി.എസ്. അച്യുതാനന്ദൻ ഈ പറഞ്ഞ പോലെ തിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ തിരുത്തൽവാദി എന്നുള്ള തരത്തിലോട്ട് വന്നായിരുന്നു. യു.ഡി.എഫിലോട്ട് വരുമ്പം യു.ഡി.എഫിലും ഈ പറഞ്ഞ പോലെ വി.എം. സുധീരൻ എന്ന് പറഞ്ഞ നേതാവ് നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം ഈ രാഷ്ട്രീയത്തിൽ വല്ലാണ്ട് കാണാണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ യു.ഡി.എഫ് ഭരണത്തിൽ കയറുമ്പോൾ അദ്ദേഹം ശക്തമായി വരുന്നു എന്ന് മാത്രമല്ല യു.ഡി.എഫ് തെറ്റായ മാർഗ്ഗങ്ങളിലോട്ട് പോകുമ്പോഴൊക്കെ അദ്ദേഹം കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ശരിക്കും ഏതൊരു ഭരണാധികാരിയും ഭരണത്തിൽ കയറുമ്പോൾ തെറ്റ് പറ്റും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ തന്നെ തിരുത്തുമ്പം അത്തരത്തിൽ നേതാവ് ഉണ്ടാകുമ്പം പിന്നെ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അത്തരത്തിലായിരുന്നു CPM-ന് എക്കാലത്തും വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആ ഒരു സാധനം ഇല്ലാണ്ടായി. പക്ഷേ അക്കാലത്ത് തന്നെ ഒരു വിയോജിപ്പുണ്ടായിരുന്നത് പാർട്ടി രണ്ട് തരത്തിലാണ്, രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യന്മാരും ഒരേപോലെയല്ല. വ്യത്യസ്ത കാഴ്ചപ്പാടും ഐഡിയോളജിയും വ്യൂ പോയിൻറ്റും പേഴ്സ്പെക്റ്റീവ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അത് സ്വാഭാവികമായൊരു കാര്യമാണ്. പക്ഷേ പാർട്ടി തെറ്റായ നിലപാടിലോട്ട് എടുക്കുമ്പം അതിന് തിരുത്തുക എന്നുള്ളത് വേണ്ട കാര്യം തന്നെയാണ്. അതിന് തന്നെയാണ് പ്രതിപക്ഷവും. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പ്രതിപക്ഷം ഉണ്ടാകുമ്പോൾ അത് എക്കാലത്തും നല്ലത് തന്നെയാണ്. ഇപ്പോൾ വി.എം. സുധീരനെ എടുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരു നേതാവ് തന്നെയാണ് വി.എം. സുധീരൻ. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ അതേ വി.എം. സുധീരൻ തന്നെ ഇപ്പം വി.ഡി. സതീശനെതിരെ തിരിയുക എന്നല്ല, പക്ഷേ വി.ഡി. സതീശന് കൃത്യമായ വാണിംഗ് കൊടുക്കുന്നു. 2 വട്ടം കത്തെഴുതുന്നു. ഈ പറഞ്ഞ പോലെ കെ മഹേഷിൻ്റെ കാര്യത്തിൽ കൃത്യമായ നടപടി വേണമെന്നുള്ളതും അതുമാത്രമല്ല മറ്റേ അഴിമതി നമ്മുടെ നിലവിലുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്നു. അതിന് കൃത്യമായ നിലപാട് പറയണം എന്നുള്ളതും ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സുധീരൻ്റെ ഈ വാക്കുകൾക്ക് ഗവൺമെൻറ് എത്രത്തോളം ചെവി കൊടുക്കുന്നറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നാം ഘട്ടത്തിൽ കത്തയച്ചു, അതിന് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായില്ല. 2ാം വട്ടം വീണ്ടും അയക്കുന്നു. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഇതുവരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിഷയം ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പം സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വി.എം. സുധീരൻ കാലങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഒരു സ്പർദ്ധയാണ്. ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് വി.എം. സുധീരനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ആവുന്നത്ര പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവർക്കിടയിലുള്ള ആ ഒരു ശീതയുദ്ധം. അപ്പോൾ വി.എം. സുധീരനെ തോൽപ്പിച്ചതെന്ന് വെള്ളാപ്പള്ളി ഇടപെട്ടിട്ടാണെന്നൊക്കെ തീർച്ചയായും അത് തന്നെ അങ്ങനെ ഒരു പരാമർശമുണ്ട്. അപ്പോൾ തീർച്ചയായും അന്ന് മുതൽ ഇവർക്കിടയിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു മത്സരത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവിക്ക് കാരണമായി ഏതെങ്കിലും ഒരു കാരണത്തെ ചൂണ്ടിക്കാണിക്കുകയും അതൊരു വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ വളരെ ചുരുക്കമുള്ളൂ. എന്തായാലും അവർ തമ്മിലുള്ള വിഷയം എന്തു തന്നെയായാലും കെ മഹേശൻ്റെ, അതായത് SNDP യോഗം കണിച്ചുകുളങ്ങര സെക്രട്ടറി ആയിരുന്ന യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സുധീരൻ സർക്കാരിനെ ഒരുപക്ഷെ വെട്ടിലാക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത്. കെ മഹേശൻ മരിച്ചിട്ട് അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ രേഖപ്പെടുത്തിയിട്ട് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 വർഷം കഴിഞ്ഞ കെ മഹേശൻ്റെ മരണത്തിലൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം 4 വർഷം മുൻപാണ് സർക്കാരിനൊരു പരാതി നൽകുന്നത്. എന്നാൽ ആ പരാതിയിന്മേലുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കെ മഹേശൻ്റെ വിധവയായ ഉഷയെയും കുടുംബത്തെയുമാണ് പിണറായി വിജയൻ്റെ പോലീസ് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ആ വീട്ടിൽ ചെല്ലുകയും അവരെ ചോദ്യം ചെയ്യുകയെല്ലാം ചെയ്തു. എന്നാൽ പ്രതികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 1ാം പ്രതിയായ പറയപ്പെടുന്ന മഹേശൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മഹേശൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു, അല്ലെങ്കിൽ മഹേശൻ്റെ ദുരൂഹ സാഹചര്യത്തിലെ മരണവുമായി ബന്ധപ്പെട്ട് 1ാം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകനും ഈ കേസിൽ 3ാം പ്രതിയായ തുഷാർ വെള്ളാപ്പള്ളിയെയും മറ്റൊരു 2ാം പ്രതിയായ AL അനിൽകുമാറിനെയൊന്നും ഒരു കാരണവശാലും പോലീസ് സംഘം ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു ദുരൂഹ മരണം സംഭവിച്ചിരിക്കുന്നു, ആത്മഹത്യയാണ്. ആത്മഹത്യയ്ക്ക് മരണക്കുറിപ്പ് ഏതാണ്ട് 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മുടെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാറിനും അത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വേറെയുണ്ട്. എൻ്റെ മരണത്തിന് ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ളതാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. കൂടാതെ ഏതാണ്ട് 60ഓളം ദുരൂഹമായ കുറ്റകൃത്യങ്ങൾ, അതായത് കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ് എന്ന് ഈ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലും എഴുതി വച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ട് എന്നിരിക്കെ വെള്ളാപ്പള്ളി നടേശനെയോ വെള്ളാപ്പള്ളി
നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയെയോ ഒന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്നുവരെയും പോലീസ് തുനിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്തരമൊരു കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് ഒരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെയാണ് പുറത്ത് വിലസി നടക്കുന്നത്. അതൊരു സമുദായത്തിൻ്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ അത് ആ സമുദായത്തിൻ്റെ പിൻബലത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് അത്തരം വലിയ പിന്തുണ കിട്ടുന്നത്, തണൽ കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. VM സുധീരനും ഇതേ സമുദായത്തിൽപ്പെട്ട, തീർച്ചയായും ഈഴവ വിഭാഗത്തിൽപ്പെട്ട. അതെ. അപ്പോൾ ഈ VM സുധീരനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ SNDP സമുദായത്തിന്റെ ഏതാണ്ട് 30 വർഷക്കാലത്തിലധികമായി SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഈ സമുദായം മുഴുവൻ തൻ്റെ കൈപ്പിടിയിലാണ്. ആ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം വരുതിക്ക് നിർത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് പിണറായി വിജയൻ 2 വട്ടം അധികാരത്തിലിരുന്ന ഈ 10 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിന്നിട്ടും ഒരു അന്വേഷണം പോലും നടക്കാതെ പിണറായി വിജയൻ ആ കേസ് പൂഴ്ത്തിവെച്ചത്. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ VM സുധീരൻ ആദ്യം ഒരു വട്ടം മുഖ്യമന്ത്രിയായ VD സതീശന് കത്തയച്ചു. ഫവാസ് പറഞ്ഞതുപോലെ അതിന് യാതൊരു തരത്തിലുള്ള മറുപടി ഉണ്ടായില്ല. അടുത്തൊരു കത്തയച്ചത് VD സതീശന് ഈ KK മഹേഷിൻ്റെ വിധവ ഉഷയുടെ സങ്കടഹർജി കൂടി ചേർത്തിട്ടാണ് VM സുധീരൻ കത്തയച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സുധീരൻ ഒരു മുഴം നീട്ടി എറിഞ്ഞിരിക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ VD സതീശനോട് വലിയ കലിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിലുള്ള, അതായത് CPM-നേക്കാളും അല്ലെങ്കിൽ BJP-യേക്കാളും കൂടുതലായി VD സതീശനെയും കോൺഗ്രസിനെയും UDF-നെയും കടന്നാക്രമിച്ചതും എതിർത്തതും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. സതീശൻ ഒരു കാരണവശാലും ഭരണത്തിൽ വരില്ല, UDF ഭരണത്തിൽ വരില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് നടന്നിരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് ഇനി VD സതീശനെയും കോൺഗ്രസിനെയും UDF-നെയും ഒന്നും പറയാത്ത പുലഭ്യങ്ങളില്ല വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വിശ്വാസം മൂന്നാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരും, താൻ എന്ത് കാണിച്ചാലും തനിക്കൊരു കുഴപ്പമുണ്ടാകുമ്പോൾ മൈക്രോ ഫിനാൻസല്ല, KK മഹേഷിൻ്റെ മരണമല്ല, എന്ത് തന്നെ വന്നോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷഘടം കൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ രോമത്തിൽ തൊടാൻ ആർക്കും സാധിക്കില്ല, സുധീരൻ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അഹങ്കരിച്ചു കിടന്നു. വീണ്ടും സുധീരൻ സർക്കാരിന് കത്തെഴുതുന്നത് ഉഷയുടെ സങ്കടഹർജി കൂട്ടി വെച്ചെഴുതുമ്പോൾ, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ, വായിൽ തോന്നിയ പുലഭ്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും നിയമം മൂലം അത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതുന്നു. രമേശ് ചെന്നിത്തല ആവട്ടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ജില്ലക്കാരൻ തന്നെയാണ്. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധം, സൗഹൃദ ബന്ധം പുലർത്തുന്ന ആളാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ത് മഹാപാതകം ചെയ്താലും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് അതിനെതിരെ യാതൊരു അക്ഷരം കമ എന്ന് സംസാരിക്കില്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നിയമസഭാ ഇലക്ഷനിൽ ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ആ വിഷയത്തിൽ വേണ്ടിയിട്ട് പോലുമില്ല. ഇവൻ KC വേണുഗോപാലോ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയോ VD സതീശൻ ഒഴികെ ബാക്കി ഒരു നേതാക്കന്മാരും ആ വിഷയത്തിൽ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ല, അത് ഫവാസ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ബഫൂണാണ്, അതായത് VD സതീശൻ ബഫൂണാണ് എന്ന് വരെ ഒരു സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയുമായി ഒരു അഭിമുഖം നടത്തുമ്പോൾ നമ്മുടെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ സാർ തന്നെ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് അങ്ങയുടെ ഈ കാര്യത്തിൽ അഭിപ്രായം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ സാമുദായിക ആചാര്യന്മാരുടെ അത്തരം വാക്കുകൾക്കൊന്നും മറുപടി പറയാറില്ല എന്ന് പറഞ്ഞപ്പോൾ ചീഫ് എഡിറ്ററായ നന്ദകുമാർ വീണ്ടും എടുത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു. നന്ദകുമാർ സാറിൻ്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അതിൽ നിന്ന് ഇനി സമയമായി നമുക്ക് മറ്റൊരിക്കൽ കാണാമെന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് മറുപടി നൽകാതെ ഈ രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശനെതിരെ KK മഹേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് VM സുധീരൻ ഒരു കത്ത് നൽകിയിട്ടുണ്ടല്ലോ, അതിൻ്റെ കോപ്പി അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഇതിൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വലിയൊരു മൗനമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കാൻ പോലും രമേശ് ചെന്നിത്തല തയ്യാറല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിറങ്ങാൻ ഞാൻ ഒരിക്കലും പോകില്ല. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞല്ല, അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ആ സ്റ്റാൻഡിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സാമുദായിക ആചാര്യന്മാരെ കാണാൻ പോകും, അവരുടെ ആസ്ഥാനങ്ങളൊക്കെ സന്ദർശിക്കും, അത് സൗഹൃദ സന്ദർശനമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു സാമുദായിക നേതാവിൻ്റെയും അരമന
നിറങ്ങാനോ തിണ്ണ നിറങ്ങാനോ താൻ പോകില്ല എന്ന് വീണ്ടും വി ഡി സതീശൻ എടുത്തു പറയുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശൻ ആദ്യം പോയത് ലത്തീൻ സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ തന്നെയാണ്. അദ്ദേഹം അത് പോയത് അന്ന് തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ വകുപ്പ് ഏതെങ്കിലും ഒരു ലത്തീൻ സമുദായാംഗമായ മന്ത്രിക്ക്, ഒരു നേതാവിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതൊരു ആവശ്യത്തിന് വേണ്ടിയാണ് പോയത്. ആ സന്ദർഭത്തിൽ മാധ്യമങ്ങൾ വീണ്ടും വി ഡി സതീശനെ കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുമോ, സുകുമാരൻ നായരെ കാണാൻ പോകുമോ എന്നൊക്കെ. തീർച്ചയായും അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഇവരെല്ലാവരെയും താൻ കാണാൻ പോകും, അതിനെന്താണ് തെറ്റെന്ന് വി ഡി സതീശൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കൂട്ടി വെച്ച് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ NSS നേതാവ് സുകുമാരൻ നായർ ഈ പറഞ്ഞ പോലെ വി ഡി സതീശനെ കാണണം എന്ന് പറഞ്ഞങ്ങാണ്ട് കത്തയക്കുന്നു. രണ്ട് തവണ വി ഡി സതീശൻ അത് സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവൻ അത്രയൊക്കെ വളർന്നു എന്നുള്ള രീതിയിൽ. അപ്പം അതിനെതിരെ ഗണേഷ് കുമാർ, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി, പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയെ, ഒരു മുഖ്യമന്ത്രിയെ അവൻ എന്നൊന്നും പറയാൻ ഒരു NSS നേതാവിനും കഴിവില്ല എന്നല്ല, അത് എതിരാണ്. കാരണം അദ്ദേഹം പദവിയിലിരിക്കുന്ന, കാരണം അദ്ദേഹം അത്ര വലിയൊരു പദവിയിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പദവിയിലിരിക്കുന്ന ഒരാളെ അയാൾ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. അതിന് മറ്റൊരു കാരണം ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാറിനെ എനിക്കൊണ്ട് NSSനെ ഏതൊരു പദവിയിൽ നിന്ന് ഒഴിവാക്കി, താലൂക്ക് യൂണിയന്റെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചുരുക്കം കൂടി തീർക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം. ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കരുതുന്ന തരത്തിലുള്ള ഒരു ബൗദ്ധികമായ പക്വതയോ രാഷ്ട്രീയമായ പക്വതയോ സാമൂഹ്യമായ പക്വതയോ പലരും പല കസേരകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്ത് നടപടി കൈക്കൊള്ളും ഇല്ല എന്നുള്ളത് സുധീരൻ ഉറ്റുനോക്കുന്നത് പോലെ കേരളവും ഉറ്റുനോക്കുന്നുണ്ട്. മതം രാഷ്ട്രീയ മതവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന നിലപാടിൽ ഒരു പരിധിവരെ വി ഡി സതീശൻ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. കാരണം നേരത്തെ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ INTUC-യുടെ സംസ്ഥാന സെക്രട്ടറിയായ R ചന്ദ്രശേഖരനെതിരെ കോടതി പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചുകൊണ്ട് ഒരു കത്തയച്ചപ്പോൾ അതിന് കൃത്യമായി തന്നെ വി ഡി സതീശൻ സർക്കാരിന് അനുമതി കൊടുക്കുകയുണ്ടായി പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളെ വരെ പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി കൊടുത്ത വി ഡി സതീശൻ മറ്റൊരാളുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട്, അതും കേരളത്തെ ആകമാനം വലച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനും മറ്റൊരു SNDP-യുടെ നേതാവിനുമെതിരെ ഒരു ആരോപണം വരുമ്പോൾ അവിടെ മതവും ജാതിയും സ്ഥാനമാനങ്ങളും ഒന്നും നോക്കാതെ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശൻ ബാധ്യസ്ഥനാണ്. ഇനിയിപ്പോൾ വി ഡി സതീശൻ ഏതെങ്കിലും ജാതി മത സമവാക്യങ്ങൾ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഭംഗം തട്ടണ്ട എന്ന് കരുതിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് മേലൊരു തീരുമാനം എടുത്തില്ല, നീതിയുക്തമായ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുധീരൻ്റെ ചെക്ക് വീണ്ടും വരുന്നുണ്ട്. കാരണം അവിടെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ട് വി ഡി സതീശൻ ബജറ്റ് അവതരണ വേളയിൽ നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തുമെല്ലാം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ വി ഡി സതീശൻ ഇന്നലെ കൂടി പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചല്ല സംസാരിച്ചത്. സർക്കാർ മദ്യനയത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ സാങ്കേതികപരമായി അതിൻ്റെ നികുതി ഇളവിൽ മാത്രമാണ് നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശൻ പിന്നോക്കം പോകാനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ദീർഘനാളത്തേക്ക് അത് മരവിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കെ മഹേശൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ സുതാര്യമായ നിയമ നടപടികൾ കൈക്കൊള്ളുന്നില്ല, രമേശ് ചെന്നിത്തലയെ കൊണ്ട് അത്തരം നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി വി ഡി സതീശൻ നടത്തിയ ആ വിവാദ പ്രസ്താവനയുമായി VM സുധീരൻ വീണ്ടും രംഗത്ത് വരും. സർക്കാരിനെയും വി ഡി സതീശനെയും വീണ്ടും പ്രതിരോധത്തിലാക്കും. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ തന്നെ വിഷയം ഏറ്റെടുത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കും VM സുധീരൻ സർക്കാരിനെതിരെ നീങ്ങാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു തരത്തിൽ തർക്കമില്ല. കാരണം ഉമ്മൻചാണ്ടി ചാരായ നിരോധനം കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ ചാരായ നിരോധനത്തിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് ഏറെ തലവേദന ഉണ്ടാക്കിയത് VM സുധീരൻ തന്നെയായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ ആദർശത്തിൻ്റെ ആൾരൂപമെന്നൊക്കെ ഒരുപക്ഷെ കോൺഗ്രസിലെങ്കിലും ഒരു വിളിപ്പേരുള്ള VM സുധീരൻ നൽകിയിരിക്കുന്ന ഇത്തരം ഒരു പരാതിക്ക് വി ഡി സതീശൻ നീതിയുക്തമായ ന്യായയുക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ അത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. മറിച്ച് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സാമുദായിക ആചാര്യനുമായി രമേശ് ചെന്നിത്തലയ്ക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വലിയ
താല്പര്യമുള്ള സ്ഥിതിക്ക് ഇവിടെ ഏത് തരത്തിൽ ഇത് പ്രാവർത്തികമാക്കും എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. മാത്രമല്ല ഇന്നലെ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രം പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നതോടുകൂടി അതും വലിയൊരു കടമ്പയായി ഇതിൽ മാറും. പത്മഭൂഷൺ കിട്ടിയ ഒരാൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ വരുന്ന മറ്റു നിയമപരമായ നൂലാമാലകളും ഇതിലുണ്ടാകും. എന്തായാലും വി ഡി സതീശന് PM സുധീരൻ ചെക്ക് വച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.